ദൈവമേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കണമേ. എല്ലാം അങ്ങയുടെ മഹത്വത്തിനായി തന്നെ തീരണമേ. ആമേൻ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ചു തൻ്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. പുതിയ നിയമത്തിലെ ഒരു പ്രവചന പുസ്തകമായ വെളിപ്പാട് 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ, സമയം അടുത്തിരിക്കുന്നു. ഈ വാക്യത്തിൽ വെളിപ്പാട് പുസ്തകം നമ്മുടെ സഭകൾ വളരെ പ്രാധാന്യമായി എടുത്ത് പഠിപ്പിക്കേണ്ട ഒരു പുസ്തകമാകുന്നു എന്ന് നമ്മെ ഓർപ്പിക്കുന്നു. 1-ാം അധ്യായത്തിൽ വിശുദ്ധ യോഹന്നാൻ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെ നമുക്ക് കാണിക്കുന്നു. 2 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളിൽ ആദ്യ നൂറ്റാണ്ടിലെ 7 സഭകൾക്ക് ഉള്ള ദൂത്, അതായത് ആദ്യ നൂറ്റാണ്ടിലെ സഭകൾ മുതൽ തെസലോനിയൻസ് 4-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ പ്രവചിച്ചിരിക്കുന്ന റാപ്ചർ, അതായത് സഭകൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന സമയം വരെ ഉള്ള സഭകൾക്കായി എഴുതപ്പെട്ടിരിക്കുന്നു. അതിൽ ഇപ്പോഴുള്ള ലോകത്തിലെ എല്ലാ സഭകളും നമ്മുടെ സഭയും ഉൾപ്പെടുന്നു എന്ന് നാം പ്രത്യേകം ഓർമ്മിക്കേണ്ടതാകുന്നു. 4 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളിൽ സ്വർഗത്തിൽ മഹാപുരോഹിതൻ്റെ കൂടെ വിശ്വാസികളുടെ പൗരോഹിത്യത്തിൽ ഉള്ള സ്വർഗത്തിലെ കാഴ്ചകൾ നാം കാണുന്നു. 6 മുതൽ 19 വരെയുള്ള അധ്യായങ്ങളിൽ കാലം, അതായത് ഗ്രേറ്റ് ട്രിബുലേഷനെ കുറിച്ച് വിവരിക്കുന്നു. 20 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളിൽ കർത്താവിൻ്റെ ഭൂമിയിലേക്കുള്ള 2-ാം വരവും 1000 ആണ്ട് വാഴ്ചയും പിന്നീട് കർത്താവിൻ്റെ പുതിയ യെരുശലേമിലെ നിത്യമായ മഹാവാഴ്ചയുടെ അതിഗംഭീരമായ മുൻകാഴ്ചകളും നാം കാണുന്നു. പ്രൈസ് ഗോഡ്. നമുക്ക് വെളിപ്പാട് 4-ാം അധ്യായത്തിലേക്ക് പ്രാർത്ഥനയോടുകൂടി പ്രവേശിക്കാം. ലെറ്റ് us റീഡ് റെവലേഷൻ 4:1. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. വെളിപ്പാട് പുസ്തകം 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ സഭ എന്ന വാക്ക് 19 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എങ്കിലും 4-ാം അധ്യായം മുതൽ സഭ എന്ന വാക്ക് നാം കാണുന്നില്ല. സഭയ്ക്ക് എന്ത് സംഭവിച്ചു? ഇവിടെയാണ് 1 തെസലോനിയൻസ് 4:17 ആൻഡ് 1 കൊരിന്ത്യൻസ് 15:52 എന്നീ വാക്യങ്ങൾ നാം വായിക്കേണ്ടത്. ഇവിടെ പ്രവചിച്ചിരിക്കുന്നത് സഭയുടെ ഉത്പ്രാവനം അഥവാ റാപ്ചറിനെ കുറിച്ചാണ്. നമുക്ക് 1 തെസലോനിയൻസ് 4:17 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിൻ്റെ കൂടെ ഇരിക്കും. ആഫ്റ്റർ ചാപ്റ്റർ നമ്പർ 3 we see the church when the church returned to earth with Christ to establish his kingdom on earth. This is known as the second coming of Christ in chapter number 19. Praise God. Let us start meditating Revelation 4 verse number 1. ഇവിടെ അനന്തരം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. 1-ാം അധ്യായത്തിൽ വിശുദ്ധ യോഹന്നാൻ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെ കാണുന്നു. 2ഉം 3ഉം അധ്യായങ്ങളിൽ 7 സഭകൾക്ക് ഉള്ള ദൂത് നാം വായിക്കുന്നു. അതിനുശേഷമാണ് അനന്തരം എന്ന വാക്ക് വരുന്നത്, അതായത് അതിനുശേഷം വിശുദ്ധ യോഹന്നാൻ കാണുന്നത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള തുറന്ന വാതിലാണ്. സ്വർഗത്തിൽ വിശുദ്ധ യോഹന്നാൻ കണ്ട കാഴ്ചകളിലേക്ക് നമുക്കും ഒന്ന് എത്തി നോക്കാം. ഇവിടെ റെവലേഷൻ 1-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ നാം കേട്ട അതേ കാഹളത്തിനൊത്തവണ്ണമുള്ള ക്രിസ്തുവിൻ്റെ ഒരു മഹാനാദം വിശുദ്ധ യോഹന്നാനോട് സംസാരിക്കുന്നു.
Here Jesus is giving an invitation. Come here and I will show you what must take place after this. ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. റെവലേഷൻ 3-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്ന നമ്മുടെ ഹൃദയവാതിൽ മുട്ടുന്ന ക്രിസ്തുവിനെയാണ് നാം ഇവിടെ കാണുന്നത്. Let us read Revelation 3:20. Here I am, I stand at the door and knock. If anyone hears my voice and opens the door, I will come in and eat with that person and they with me. ഇവിടെ വെളിപ്പാട് 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ സ്വർഗത്തിലേക്കുള്ള വാതിൽ തുറന്നു കിടക്കുന്നതായി നാം വായിക്കുന്നു. ദ പവർ വേഴ്സ് എന്ന് അറിയപ്പെടുന്ന റോമൻസ് 10:9-10 നമുക്ക് വായിക്കാം. യേശുവിനെ കർത്താവ് എന്ന വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെട്ട വിശ്വാസികൾക്കായി ഇതാ സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നു കിടക്കുന്നു. എത്ര ആശ്വാസകരവും മനോഹരവുമായുള്ള ഒരു കാഴ്ചയാണിത്. ഈ വാക്യത്തിൽ കർത്താവ് വിശുദ്ധ യോഹന്നാനോട് വീണ്ടും സംസാരിക്കുന്നു. മേലിൽ സംഭവിപ്പാനുള്ളത് നിനക്ക് കാണിച്ചു തരാം. I will show you these things which must be hereafter. That means prophecy of the future, meaning the prophecy of the end times of the world. Here we are entering the prophetic part of the book of Revelation. Praise God. Let us read verse 2. ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിലൊരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. ഇവിടെ ഉടനെ എന്ന വാക്ക് സഡൻലി എന്നാണ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ എഴുതിയിരിക്കുന്നത്. 1 കൊരിന്ത്യൻസ് 15-ാം അധ്യായം 52-ാമത്തെ വാക്യത്തിൽ നാം റാപ്ചർ റെഫറൻസ് വായിക്കുമ്പോൾ അവിടെ കണ്ണിമയ്ക്കുന്നതിനിടയിൽ എന്ന വാക്ക് നാം ശ്രദ്ധിച്ചു കാണുമല്ലോ. ഇതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ഉടനെ വിശുദ്ധ യോഹന്നാൻ ആത്മവിവശനായി. He was in the spirit. Perhaps the Holy Spirit took his spirit to heaven, or Apostle John was seeing a clear vision of heaven. This happened to Apostle Paul also, and we can read it in 2 Corinthians 12:2-4. He did not know if he was taken to the third heaven physically or out of his body. എങ്ങനെയെങ്കിലും ആകട്ടെ, ഒരു കാര്യം നാം ഓർക്കേണ്ടത്, നാം ഭൂമിയിലെ കാര്യങ്ങൾ വിശദീകരിച്ച് പറയുന്നത് പോലെ അല്ല സ്വർഗത്തിലെ കാഴ്ചകൾ. പരിശുദ്ധാത്മാവിന് മാത്രമേ അത് വിവരിക്കുവാൻ കഴിയുകയുള്ളൂ. ആദ്യം വിശുദ്ധ യോഹന്നാൻ കണ്ട കാഴ്ച സ്വർഗത്തിൽ വെച്ചിരിക്കുന്ന ഒരു സിംഹാസനമാണ്, എ ത്രോൺ. ഇംഗ്ലീഷിൽ വെച്ചിരിക്കുന്ന എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് സെറ്റ് ഓർ ഫിക്സ്ഡ് ഇൻ ഹെവൻ എന്നാണ്. ഇറ്റ് വാസ് ആൻ എസ്റ്റാബ്ലിഷ്ഡ് ത്രോൺ ഇൻ ഹെവൻ. ആ സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. ഹി ഈസ് സീയിങ് ദ ലോർഡ് ഗോഡ് ഓൾമൈറ്റി സിറ്റിംഗ് ഓൺ ദ ത്രോൺ. യെശയ്യാവ് 6-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നാം കർത്താവ് ഉയർന്നും പൊങ്ങിയുമിരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്നത് യെശയ്യാ പ്രവാചകൻ കാണുന്നതായി വായിക്കുന്നു. സ്വർഗത്തിൽ വിശുദ്ധ യോഹന്നാൻ കണ്ട ഈ സിംഹാസനം ദൈവത്തിൻ്റെ ശക്തിയും പരമാധികാരവും കാണിക്കുന്നു. ഈ സിംഹാസനം മാറ്റമില്ലാത്തതാണ്, ഒരിക്കലും നീങ്ങാത്ത ഒരു സിംഹാസനം. ഈ ലോകത്തിലെ സിംഹാസനങ്ങൾ നീങ്ങപ്പെടുന്നതാണ്. പൊസിഷൻസ് ആകട്ടെ, ധനമാകട്ടെ, ലോകത്തിലെ ജ്ഞാനമാകട്ടെ, അതെല്ലാം മാറിക്കൊണ്ടേയിരിക്കും, അതിന് സ്ഥിരതയില്ല. എന്നാൽ സ്വർഗത്തിൽ വിശുദ്ധ യോഹന്നാൻ കണ്ട ഈ സിംഹാസനം ഉറപ്പിച്ചിരിക്കുന്ന ഒരു സിംഹാസനമാണ്. ഈ സിംഹാസനം ദൈവപിതാവിനെ പരമാധികാരിയായും സൃഷ്ടിയുടെ രാജാവായും സൂചിപ്പിക്കുന്നു. സാത്താൻ്റെ ശക്തിക്കോ മറ്റേത് ശക്തിക്കോ ഈ സിംഹാസനം കുലുക്കുവാൻ സാധിക്കുകയില്ല. വിശുദ്ധ യോഹന്നാൻ കണ്ട ഉറച്ച സിംഹാസനത്തിലിരിക്കുന്ന പരമാധികാരിയായ ദൈവം തമ്പുരാനാണ് വിശ്വാസികൾക്ക് ധൈര്യവും
സമാധാനവും നൽകുന്നത്. നമുക്ക് 3-ാം വാക്യം വായിക്കാം. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മകാന്തത്തോടും സദൃശൻ, സിംഹാസനത്തിൻ്റെ ചുറ്റും കാഴ്ചയ്ക്ക് മരതകത്തോട് സദൃശമായൊരു പച്ചവില്ല്. മനുഷ്യന് സ്വർഗത്തിലെ ദൃശ്യങ്ങൾ വിവരിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് സാദൃശ്യങ്ങൾ ഉപയോഗിച്ച് വിശുദ്ധ യോഹന്നാൻ അത് വിവരിക്കുകയാണ്. സിംഹാസനത്തിൽ ഇരിക്കുന്ന ആളിൻ്റെ രൂപം വ്യക്തമായി കാണുന്നതായി ഇവിടെ പറയുന്നില്ല. എന്നാൽ ആ കാഴ്ച സൂര്യകാന്തത്തോടും ജാസ്പർ, പത്മരാഗത്തോടും സാഡിയസ് താരതമ്യപ്പെടുത്തുന്നു. മനോഹരമായ നിറങ്ങളും തിളക്കവും പ്രകാശവുമുള്ള പ്രഷ്യസ് സ്റ്റോൺസ്. സൂര്യകാന്തം അഥവാ ജാസ്പർ comes commonly in red, but here it refers to a clear jewel, perhaps resembling a diamond, portrays God's purity, wisdom, courage, and perfection. Padmaragam, sardius, usually comes in ruby red, portrays God as our Redeemer. The jasper appears again in Revelation 21:18 as the color of the walls of the New Jerusalem. It will be good to read with this Exodus 28:17-21. There we read the description of the chest plate of the high priest with 12 gemstones, including jasper and sardius, representing the 12 tribes of Israel. എംറാൾഡ്, പരതക പച്ചയിൽ ശോഭിക്കുന്ന ഒരു മഴവില്ല്, സിംഹാസനത്തിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കും. ഉൽപ്പത്തി 9-ാം അധ്യായം 8 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ യഹോവ നോഹായ്ക്ക് പ്രോമിസായി കൊടുത്ത മഴവില്ല് പല നിറങ്ങൾ ചേർന്നതായിരുന്നു എന്ന് നമുക്ക് വായിക്കാം. എന്നാൽ ഇവിടെ നാം കാണുന്ന പച്ച മഴവില്ല് ദൈവം നൽകുന്ന നിത്യജീവൻ്റെ പ്രോമിസായി കാണാം. വെളിപ്പാട് പുസ്തകത്തിലെ സാദൃശ്യങ്ങൾ അഥവാ സിംബൽസ് എല്ലാം അതുപോലെ ദൈവം വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ബിബ്ലിക്കലായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന സത്യങ്ങൾ നാം മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയാണ് എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. നമുക്ക് 4-ാമത്തെ വാക്യം വായിക്കാം. സിംഹാസനത്തിൻ്റെ ചുറ്റിലും 24 സിംഹാസനം, വെള്ളയുടുപ്പ് ധരിച്ചും കൊണ്ട് സിംഹാസനത്തിലിരിക്കുന്ന 24 മൂപ്പന്മാർ, അവരുടെ തലയിൽ പൊൻകിരീടം. ഇവിടെ വെള്ളയുടുപ്പ് ധരിച്ച് തലയിൽ പൊൻകിരീടം വെച്ചുകൊണ്ട് ദൈവസിംഹാസനത്തിന് ചുറ്റുമിരിക്കുന്ന ഈ 24 മൂപ്പന്മാർ ആരാണ്? എന്തുകൊണ്ട് 24 മൂപ്പന്മാർ? ഇങ്ങനെ പല ചോദ്യങ്ങൾ വരാവുന്ന ഒരു വാക്യമായതുകൊണ്ട് ഈ വാക്യം ഗ്രഹിക്കുവാൻ വളരെ സമയം എടുക്കേണ്ടി വന്നു. ഒന്നാമതായി മൂപ്പൻ, എൽഡർ എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം. Elders in a church are selected men who have responsibilities to oversee the matters of a local body of the church. Titus 1:5-9, 1 Timothy 3:1-7, Acts 20:17 എന്നീ വാക്യങ്ങളിൽ നമുക്ക് മൂപ്പന്മാർ, എൽഡേഴ്സ് എന്ന സ്ഥാനത്തെക്കുറിച്ച് വായിക്കാവുന്നതാണ്. In 1 Peter verse 5, Apostle Paul referred himself as an elder. ഇനി വെള്ളയുടുപ്പിനെ കുറിച്ച് നോക്കാം. വെള്ളയുടുപ്പ് പരിശുദ്ധി, നീതി, ബഹുമാനം, ശാശ്വതമായ അനുഗ്രഹം ഇവയൊക്കെ കാണിക്കുന്നു. പുരാതന ഗ്രീക്ക് സംസ്കാരത്തിൽ വലിയ പദവിയുള്ളവർ ഫൈൻ റോബ്സ്, നേരിയ മേലങ്കികൾ ധരിച്ചിരുന്നുവെന്ന് നമുക്ക് ചരിത്രത്തിൽ വായിക്കാം. അടുത്തത് സിംഹാസനം. ഒരു സിംഹാസനത്തിലിരിക്കുവാൻ ശക്തിയും അധികാരവും വേണം. ഇവിടെ 3-ാം അധ്യായം നമ്മൾ പഠിച്ചപ്പോൾ 21-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിച്ചു: ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിലിരിപ്പാൻ വരം നൽകും, ഞാനും ജയിച്ച് എൻ്റെ പിതാവിൻ്റെ കൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ തന്നെ. അടുത്തത് കിരീടം, എ ക്രൗൺ. എ ക്രൗൺ ഇൻ റെവലേഷൻ റെപ്രസെൻറ്റ്സ് വിക്ടറി ഓവർ ഈവിൾ and eternal rewards. These are the crowns we see in the New Testament. Number 1, incorruptible crown, വാടാത്ത കിരീടം, 1 Corinthians 9:25. Number 2, crown of righteousness, നീതിയുടെ കിരീടം, 2 Timothy 4:8. Number 3,
ക്രൗൺ ഓഫ് ലൈഫ്, ജീവകിരീടം, ജെയിംസ് 1:12. നമ്പർ 4, ക്രൗൺ ഓഫ് ഗ്ലോറി, മഹത്വത്തിൻ്റെ കിരീടം, 1 പീറ്റർ 5:4. നാലാമതായി പൊന്ന്, ഗോൾഡ്. ഇയ്യോബ് 23:10 എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരുമെന്ന് നാം വായിക്കുന്നു. ഇവിടെ പൊന്ന് പരിശുദ്ധിയെ കാണിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ വിദ്വാൻമാരിൽ ഒരാൾ കൊണ്ടുവന്ന സ്വർണം, പൊന്ന്, രാജകീയ മഹത്വവും ബഹുമാനവും കാണിക്കുന്നു. ലേറ്റർ ഇൻ റെവലേഷൻ ചാപ്റ്റർ നമ്പർ 21 verses 18 to 21 we read about the streets of gold showing the splendor of heaven. തേജസ്. അഞ്ചാമതായി 24 മൂപ്പന്മാർ, എൽഡേഴ്സ്. വിശുദ്ധ വേദപുസ്തകത്തിൽ 24 എന്ന സംഖ്യ നാം കാണുന്നത് 1 Chronicles 24:3-19 വാക്യങ്ങളിലാണ്. കിങ് സോളമൻ ലേവി ഗോത്രത്തിലുള്ള പുരോഹിതന്മാരെ പൗരോഹിത്യ കർമ്മങ്ങൾക്കായി 24 ഓർഡേഴ്സായി വിഭാഗിച്ചു എന്ന് നാം അവിടെ വായിക്കുന്നു. ഇതിൻ്റെ ഒരു ഉദാഹരണമായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1:9 യോഹന്നാൻ സ്നാപകൻ്റെ അപ്പൻ സെക്രിയാവ് എന്ന പുരോഹിതൻ കൂറിൻ്റെ ക്രമപ്രകാരം ദൈവസന്നിധിയിൽ പുരോഹിതനായി ശുശ്രൂഷ ചെയ്തു എന്ന് നാം വായിക്കുന്നു. വെളിപ്പാട് 21 12-ാമത്തെയും 16-ാമത്തെയും വാക്യത്തിൽ 12 ഗോത്രങ്ങളെ റെപ്രസെൻ്റ് ചെയ്ത് സ്വർഗത്തിലെ 12 ഗോപുരങ്ങളും സ്വർഗനഗരത്തിൻ്റെ അടിസ്ഥാനത്തിൽ 12 അപ്പോസ്തലന്മാരുടെ പേരുകളും എഴുതിയിരിക്കുന്നത് നാം വായിക്കുന്നുണ്ട്. വെളിപ്പാട് 15-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ ദാസനായ മോശയെയും കുഞ്ഞാടിനെയും റെപ്രസെൻറ്റിംഗ് ദ ഓൾഡ് ടെസ്റ്റമെൻറ്റ് ആൻഡ് ന്യൂ ടെസ്റ്റമെൻറ്റ് ഒരു ഡബിൾ സോങ്ങിനെ കുറിച്ച് നമുക്ക് വായിക്കാം. നമുക്ക് ഇനി ഒരു സംഗ്രഹത്തിലേക്ക് വരാം. എഫേഷ്യൻസ് 2:6-7 നാം ഇങ്ങനെ വായിക്കുന്നു: യേശുക്രിസ്തുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലത്തിൽ കാണിക്കേണ്ടതിന് യേശുക്രിസ്തുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തുകയും ചെയ്തു. ഈ 24 സിംഹാസനങ്ങളിലിരിക്കുന്ന മൂപ്പന്മാർ ജീവിതത്തിലെ പ്രതികൂലങ്ങളെ തരണം ചെയ്ത് വിജയം നേടി കർത്താവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷതയിൽ വീണ്ടെടുക്കപ്പെട്ട പഴയ പുതിയ സഭകളിലെ വിശുദ്ധന്മാരെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഒരു കാര്യം ഞാൻ വിട്ടുപോയത്, 24 മൂപ്പന്മാർ ധരിച്ച വെള്ളയുടുപ്പിനെ കുറിച്ച് നമ്മൾ നേരത്തെ വെളിപ്പാട് 3:5 പഠിച്ചതാണ്. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. 24 മൂപ്പന്മാർ ധരിച്ചിരിക്കുന്ന വെള്ളയുടുപ്പ് ജയിക്കുന്നവർക്കായി കൊടുക്കുന്ന പ്രതിഫലമായി ഇവിടെ കാണുന്നു. കുഞ്ഞാടതിൽ വിളക്കാണേ, ഇരുളൊരു ലേശവും അവിടെയില്ല. തരുമെനിക്ക് കിരീടമൊന്ന്, ധരിപ്പിക്കും അവൻ എന്നെ ഉത്സവ വസ്ത്രം. പ്രൈസ് ദി ലോർഡ്. 5-ാം വാക്യം വായിക്കാം. സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിൻ്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിൻ്റെ മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരുന്നു. പുറപ്പാട് 19-16 വാക്യത്തിൽ യഹോവ സീനായി പർവ്വതത്തിൽ ഇറങ്ങി മോശയെ വിളിപ്പാൻ വന്നപ്പോൾ ഇതേ രീതിയിലുള്ള ഇടിമുഴക്കവും മിന്നലും കാഹളധ്വനിയും ഉണ്ടായി എന്ന് നാം വായിക്കുന്നു. ജനങ്ങൾ പർവ്വതത്തിൽ കയറരുത് എന്ന വാണിയായിരുന്നു അത്. അതുപോലെ തന്നെ ഇവിടെ ഇത് ദൈവത്തിൻ്റെ ശക്തി, അധികാരം, പരിശുദ്ധി ഇവയെ കാണിക്കുന്നു. പ്രതിഫലം പ്രാപിച്ച വിശുദ്ധന്മാർക്ക് മാത്രമേ ദൈവസന്നിധിയിൽ ഇരിക്കുവാനുള്ള അവകാശമുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ 7 സവിശേഷതകൾ ഇവിടെ 7 ദീപങ്ങളായി ചിത്രീകരിച്ചിരിക്കുന്നു. ഇൻ ഐസയ 11th chapter 2nd verse we read about the 7 spirits of God. Spirit of God, the spirit of wisdom, understanding, counsel, might, knowledge and fear of God. റെവലേഷൻ 1-4 വാക്യത്തിലും സിംഹാസനത്തിന് മുമ്പിലുള്ള 7 ആത്മാക്കളെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്.
അത് പ്രത്യേകം ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തുറന്നു കിടന്ന വാതിലിൽ കൂടി സ്വർഗത്തിലേക്ക് പ്രവേശിച്ച് സ്വർഗത്തിലെ കാഴ്ചകൾ കാണുന്ന വിശുദ്ധ യോഹന്നാൻ എഴുതിയ വെളിപ്പാട് പുസ്തകത്തിലെ 4-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ് ഞാനിപ്പോൾ വായിക്കുന്നത്. സിംഹാസനത്തിൻ്റെ മുമ്പിൽ പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ, സിംഹാസനത്തിൻ്റെ നടുവിലും സിംഹാസനത്തിൻ്റെ ചുറ്റിലും 4 ജീവികൾ. അവയ്ക്ക് മുമ്പുറത്തും പിമ്പുറത്തും കണ്ണു നിറഞ്ഞിരിക്കുന്നു. 1-ാം ജീവി സിംഹത്തിന് സദൃശം, 2-ാം ജീവി കാളയ്ക്ക് സദൃശം, 3-ാം ജീവി മനുഷ്യനെ പോലെ മുഖമുള്ളത്, 4-ാം ജീവി പറക്കുന്ന കഴുകന് സദൃശം. 4 ജീവികളും ഓരോന്നിന് 6 ചിറകുള്ളതായി ചുറ്റിലും അകത്തും കണ്ണ് നിറഞ്ഞിരിക്കുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരുന്നു. സിംഹാസനത്തിൻ്റെ മുമ്പിലെ പളുങ്കുകടൽ പ്യൂരിറ്റി പരിശുദ്ധി, കാംനെസ് ശാന്തത, മജസ്റ്റി ഓഫ് ഗോഡ് ദൈവമഹത്വം, നിത്യത സമാധാനം ഇവയൊക്കെ കാണിക്കുന്നു. സിംഹാസനത്തിൻ്റെ നടുവിലും ചുറ്റിലുമായി കാണുന്ന 4 ജീവികൾ. അവയുടെ മുമ്പുറത്തും പിമ്പുറത്തും കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു. അവർക്ക് സിംഹാസനത്തിൽ ഇരിക്കുന്നവനെയും ചുറ്റിലും 24 സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാരെയും ഒരുപോലെ കാണാം. ഈ കണ്ണുകൾ അവയുടെ ശ്രദ്ധ, ജാഗ്രത, സൂക്ഷ്മത, ശക്തി, ബുദ്ധി ഇവയെല്ലാം കാണിക്കുന്നു. അവയുടെ ശ്രദ്ധയിൽപ്പെടാത്ത ഒരു കാര്യവുമില്ല. ഈ 4 ജീവികളിൽ ഒന്നിന് മനുഷ്യമുഖം, ഒന്നിന് സിംഹമുഖം, ഒന്നിന് കാളമുഖം, ഒന്നിന് കഴുകമുഖം ഇങ്ങനെ ആയിരുന്നു. അവയ്ക്ക് 6 ചിറകുകൾ വീതം ഉണ്ടായിരുന്നു. ഇവയ്ക്ക് ഉള്ള 6 ചിറകുകൾ ദൈവത്തിൻ്റെ കരുതൽ, അവയുടെ സ്വാതന്ത്ര്യം, സുരക്ഷ, തുണ ഇവയൊക്കെ കാണിക്കുന്നു. In Isaiah 6:2 we see seraphim, സാറാഫുകൾ praising God. In Ezekiel chapter number 1 also we see 4 living creatures. എന്നാൽ ഈ ജീവികൾക്ക് ഓരോന്നിനും 4 മുഖങ്ങൾ ഉണ്ടായിരുന്നു. മനുഷ്യമുഖം, സിംഹമുഖം, കാളമുഖം, കഴുകമുഖം. ഈ ജീവികൾക്ക് 4 ചിറകുകൾ വീതം ഉണ്ടായിരുന്നു. എസെക്കിയേൽ 10-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ ഈ ജീവികൾ കെരൂബുകൾ അഥവാ ചെറിബം ആണ് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഓൾസോ ഇൻ എസെക്കിയേൽ 1:28 ആൻഡ് എസെക്കിയേൽ 10:19 we read that these cherubim represented God's appearance in glory. We first see cherubim in the Garden of Eden after Adam and Eve were expelled from the garden. Cherubim, the powerful winged celestial beings, were placed to guard the Garden of Eden. എന്നാൽ ഇവിടെ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ ഈ 4 ജീവികൾ കെരൂബുകളോ സാറാഫുകളോ ആണ് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടില്ല. ബട്ട് ദീസ് ലിവിങ് ബീയിങ്സ് ആർ ആക്ച്വൽ സ്പെഷ്യൽ എക്സാൾട്ടഡ് ഓർഡർ ഓഫ് ആഞ്ചലിക് ബീയിങ്സ്. വെളിപ്പാടിലെ ഈ ജീവികളെ നമുക്ക് വീണ്ടും 5, 6, 14, 15, 19 എന്നീ അധ്യായങ്ങളിൽ കാണാം. ഇവയുടെ മുഖങ്ങളുടെ താരതമ്യം ദൈവസൃഷ്ടിയുടെ സ്പഷ്ടമായ സൃഷ്ടിപ്പിൻ്റെ അടയാളങ്ങളായി മനസ്സിലാക്കാം. ദ ഹ്യൂമൻ ഫേസ് റെപ്രസെൻറ്റിംഗ് ദ ഹ്യൂമൻ റേസ്, ദ ലയൺ representing wild animals, the ox representing the domestic animals, and the eagle representing the birds. എന്നാൽ ഒരു കാര്യം ഇവിടെ വ്യക്തമാണ്. അവർ ദൈവത്തിൻ്റെ പരിശുദ്ധി ആഘോഷിച്ചുകൊണ്ട് ദൈവാരാധനയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുന്നു.
ഇവയുടെ മറ്റ് അധികാരങ്ങൾ നമുക്ക് വെളിപ്പാട് 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലും വെളിപ്പാട് 15-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിലും പഠിക്കുവാൻ പോവുകയാണ്. എന്നാൽ ഇവിടെ അവർ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിലിരിക്കുന്നവന് ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ മുമ്പിൽ വീണ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിൻ്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്ന് പറഞ്ഞും കൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിൽ ഇടും. ഈ 24 മൂപ്പന്മാർ അവർ വിജയിച്ചു കിട്ടിയ കിരീടങ്ങൾ ദൈവസിംഹാസനത്തിന് മുമ്പിലിടുകയും സിംഹാസനത്തിലിരിക്കുന്നവൻ്റെ മുമ്പിൽ വീണ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഈ മൂപ്പന്മാർ നമ്മെ കാണിക്കുന്നത് ദൈവം തമ്പുരാൻ മാത്രമാണ് പരമാധികാരി, സർവമഹത്വവും ദൈവത്തിന് മാത്രം ഉള്ളതാണ് എന്നാണ്. In 1 Corinthians 15:10 we read, "By the grace of God I am what I am." In Genesis 1:1 we read, "In the beginning God created the heaven and the earth." Also we read in Revelation 4:11, "By your will they were created." ഈ ജീവികൾ 3 പ്രാവശ്യം കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ നാം ദൈവപിതാവ് പരിശുദ്ധൻ എന്ന് കാണുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 36-ാമത്തെ വാക്യത്തിൽ പുത്രൻ പരിശുദ്ധൻ എന്ന് നാം മനസ്സിലാക്കുന്നു. എഫേസ്യർ 4-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിൽ ദൈവാത്മാവ് പരിശുദ്ധൻ എന്ന് നാം കാണുന്നു. ഗോഡ് ക്രിയേറ്റഡ് മാൻ ഇൻ ഹിസ് ഓൺ ഇമേജ് ടു വർഷിപ്പ് ഹിം. ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മെ ഈ ലോകത്തിൽ ആക്കിയിരിക്കുന്നത്. റോമൻസ് 12-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. Offer your bodies as a living sacrifice, holy and pleasing to God. That is your true and proper worship. Also in 1 Corinthians 6:20-21 we read like this, ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുന്നത് എത്ര മനോഹരമായ കാര്യമാണ്. സ്വർഗത്തിലെ ആരാധന നമ്മൾ കണ്ടു. സ്വർഗത്തിൽ ഇത്രയും ആരാധന ഉള്ളപ്പോൾ ഭൂമിയിലായിരിക്കുന്ന നമ്മൾ എത്രയധികം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. നിത്യനായ നമ്മുടെ ദൈവത്തെ സ്തുതിക്കേണ്ട രീതിയിൽ സ്തുതിപ്പാനും ആരാധിക്കേണ്ട രീതിയിൽ ആരാധിപ്പാനും മഹത്വം കൊടുക്കേണ്ട രീതിയിൽ മഹത്വം കൊടുപ്പാനും നമുക്ക് സാധിക്കണം. ദൈവമേ, അതിനായിട്ട് ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം ഞാൻ ചുരുക്കമായി നിർത്തുന്നു. ഹാ 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 ലേലൂയ, ഹാ 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 ഹാലേലൂയ, ഹാ 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 ഹാലേലൂയ.